ഹലോ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മാതാപിതാക്കൾക്കും മക്കൾ എന്ന് പറയുന്നത് വലിയൊരു അസറ്റ് തന്നെയാണ്, അല്ലേ? പക്ഷേ നമ്മളിൽ എത്ര പേർ ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയെ എങ്ങനെ വളർത്തണം, ആ കുട്ടിയിൽ എന്തൊക്കെ സ്വഭാവങ്ങൾ വേണം, നമ്മളെല്ലാവരും ഓരോരുത്തരും വിചാരിക്കുന്നത് അതാണല്ലേ. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, നല്ല ക്ഷമാശീലമുള്ള കുട്ടിയാണ്, അതുപോലെ എല്ലാവരോടും സ്നേഹമുള്ള കുട്ടിയാണ്. ഈ പഠിത്തം, ബുദ്ധി, അതിനെ എല്ലാം വേണം, പക്ഷെ ഇതും കൂടി വേണം എന്ന് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇതിനുള്ള എന്ത് ഏർപ്പാടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ചെറുപ്പം, മേ ബി നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമ്മളെ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ വരുത്തിയിട്ടുണ്ടാകാം. അത് നമ്മളറിയാതെ വന്നു പോയതായിരിക്കാം. പക്ഷേ നമ്മളുടെ ചീത്ത സ്വഭാവങ്ങൾ എന്തെങ്കിലും, എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ സിഗരറ്റ് വലിക്കുന്നതാവാം, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നതാവാം, എന്തെങ്കിലും. അപ്പോൾ കള്ളു കുടിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ ഡ്രിങ്കറാണ് എന്നൊക്കെ പറയാം. എങ്കിൽ പോലും നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകാൻ പോകുന്നതെന്ന് നമ്മൾ ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആസ് എ സൈക്കോളജിസ്റ്റ്. ഓക്കെ, അതായത് ആ കുട്ടികൾ ഒരു 6 വയസ്സ് വരെ അല്ലെങ്കിൽ 4 വയസ്സ് വരെ ഒരു നഴ്സറിയിലേക്ക് പോകുന്നത് വരെ അവരുടെ റോൾ മോഡൽ ആരാണ്? അമ്മയും അച്ഛനുമാണ്. ആ അമ്മയും അച്ഛനും എങ്ങനെയാണോ, എന്താണോ അവരുടെ സ്വഭാവം, അതാണ് ആ മക്കള് കണ്ടു പഠിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. അവരടുത്ത വീട്ടിൽ അവർ വലുതായി കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് വന്ന് ജനിച്ചത്, എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത്, നോ, അത് പറയാൻ നമുക്ക് ഒരു ഇതുമില്ല. കാരണം അവർ നമ്മിൽ നിന്നാണ് അതൊക്കെ പഠിച്ചെടുത്തത് എന്നാണ്. പുറത്തു പോകുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം, അത് വേറെ. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് പുറത്തു പോകുമ്പോൾ വേറെ മാതിരി ആവുന്നത്, ചീത്തയാവുന്നതൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാവണം? പാരൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ക്ഷമാശീലം വേണം. അതുപോലെ ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവർ നോക്കും. അവർ തമ്മിലുള്ള സ്നേഹം ആ കുട്ടികൾ കണ്ടു വളരണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപഴകുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം ആ മക്കൾ ആ 4 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 6 വയസ്സിനുള്ളിൽ പഠിച്ചു കഴിയണം. പിന്നീടാണ് അവർ പുറത്തു പോയിട്ട് പഠിക്കുന്നത്, അല്ലേ? 4 വയസ്സെന്ന് പറഞ്ഞാൽ 6 വയസ്സ് തൊട്ടിട്ടാണ് അവർ ശരിക്കും ബാക്കിയുള്ളവരെ മറ്റുള്ള സ്ഥലത്ത് നിന്നും പഠിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ അതിന് നമ്മുടെ വീട്ടിലുള്ള സാഹചര്യം, മക്കൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. ഇതാണ്, ഞാൻ ഇങ്ങനെ ആവണം, ഞാൻ കയർത്ത് സംസാരിക്കരുത്, ഞാൻ ശബ്ദമിട്ട് സംസാരിക്കരുത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അച്ഛനും അമ്മയും എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കി കൊണ്ടുവേണം ഓരോ കുട്ടികളും അച്ഛനും അമ്മയും റോൾ മോഡലാക്കിക്കൊണ്ട് വേണം കുട്ടികൾ വളരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആവണം. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ സ്വഭാവങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവണം. എന്തൊക്കെയാണോ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഇതെൻ്റെ സ്വഭാവം നന്നല്ല, ഇത് ഞാൻ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാൻ, പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിലെല്ലാം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവണം. കുട്ടിയുടെ ഒരു നല്ല റോൾ മോഡൽ അച്ഛനും അമ്മയും ആവണം, ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി. ബാക്കിയുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. താങ്ക് യു.